ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സിസ്റ്റം ഇതിങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നത് സർക്കാർ തന്നെയാണ്. അപ്പോൾ അതിന് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഇവിടെ അസ്വസ്ഥരായിട്ടൊന്നും കാര്യമില്ലല്ലോ. വസ്തുതകൾ കൊണ്ടല്ലേ സംസാരിക്കുന്നത്, നമ്മൾ കണക്കുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ധനവകുപ്പ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത് ധനവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം നടത്തിയ അന്വേഷണം, ധനവകുപ്പ് നിർദ്ദേശിക്കാൻ ഇടയായത് CNDG റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം മറച്ചു വയ്ക്കേണ്ടതില്ല, അതുകൂടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന് 2014-2015 പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചാണ് അപ്പോൾ അങ്ങ് ഇടത്തോട്ട് അങ്ങ് പോട്ടെ എന്നതാണ്. ഇവിടെ 2017 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷത്തെ CNDGയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി 2016 വരെ തെറ്റായിരുന്നിരിക്കട്ടെ, നിങ്ങൾ മസ്റ്ററിങ് നടപ്പിലാക്കിയെന്ന് പറയുന്നല്ലോ. മസ്റ്ററിങ് നടപ്പിലാക്കിയതിന് ശേഷവും ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി വേണ്ടേ? മസ്റ്ററിങ് നടത്തുന്നത് എന്തിനാണ്? അത് ആ ചാർട്ട്, ആ ലിസ്റ്റ് പക്കയാണ്. ഓരോ വർഷം കഴിയുന്തോറും അത് പുതുക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ടും ഇത്തരത്തിൽ വർഷങ്ങളായി സർവീസിൽ പ്രവേശിച്ചവരും അതുപോലെ പെൻഷൻ ആനുകൂല്യം, മറ്റ് സർക്കാർ പെൻഷൻ ആനുകൂല്യം പറ്റുന്നവരും ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരുത്തപ്പെടേണ്ടത്? ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? അത് പറയണ്ടേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. ഒന്ന്. രണ്ട്, ഈ സർക്കാരിനെതിരായി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളുടെ കാലത്ത് അങ്ങ് മെച്ചമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും ഞാൻ രാഷ്ട്രീയം പറയേണ്ടെന്ന് ഇതിൻ്റെ വസ്തുതകളിലേക്ക് തന്നെ പോകാമെന്ന് കരുതിയാണ്. പക്ഷേ എനിക്കിപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിനെയല്ലേ വെല്ലുവിളിക്കുന്നത്, UDF സർക്കാരിനെയല്ലേ വെല്ലുവിളിക്കുന്നത്. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം. 2016 ഫെബ്രുവരിയിൽ ക്ഷേമ പെൻഷൻ 16 വർഷം കുടിശ്ശിക വരുത്തിയെന്ന് പറഞ്ഞ് ഇപ്പോൾ CPM പ്രചാരണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ അന്ന് തുക വിതരണം ചെയ്യുന്ന കുടിയ വഞ്ചനയ്ക്ക് വൈകിയാണെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്ത് 34 ലക്ഷമായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ എണ്ണം 59.5 ലക്ഷമാക്കിയെന്നാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രചാരണം. ശ്രീ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് 14 ലക്ഷം ഗുണഭോക്താക്കളായിരുന്നാണ് UDFൻ്റെ കാലത്ത് 34 ലക്ഷമാക്കിയതെന്ന് മറക്കരുത്. UDF കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒരേ സമയം വാങ്ങിയിരുന്നു. പിണറായി സർക്കാർ 23/9/2020 അത് നിർത്തലാക്കി ഒറ്റ പെൻഷനാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക കൂട്ടിയപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ചെറിയ തുക പെൻഷൻ വാങ്ങിയവർ കൂട്ടത്തോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് മാറി. അങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ എണ്ണം കൂടിയത്. UDF കാലത്ത് ഇത് രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഞാൻ പറയട്ടെ, ഇത് രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കിയിരുന്നത്. രണ്ടും കൂടി ചേർത്താൽ LDFൻ്റെ കാലത്തെ എണ്ണത്തിലെത്തും. UDF സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക 600 രൂപയായിരുന്നു എന്ന പ്രചാരണവും തെറ്റാണ്. 5 വിഭാഗമായി തിരിച്ച് 800 മുതൽ 1500 രൂപ വരെയായിരുന്നു അന്നത്തെ പെൻഷൻ തുക. ഇടതു സർക്കാരിൻ്റെ അവസാന വർഷമാണ് പെൻഷൻ 1500 രൂപയിലെത്തിയത്. ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്, ആരും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നു. ഈ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സിനെ സംബന്ധിച്ച്, ഇപ്പോൾ പറ്റിയിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് പരിശോധിക്കണ്ടേ? നടപടി വേണ്ടേ? ഇതിപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ മിസ്റ്റേക്കാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതാരാണ്? ധനവകുപ്പ് മന്ത്രിയല്ലേ? അപ്പോൾ ആ ധനവകുപ്പ് മന്ത്രി അത് പുറത്തു വിടുമ്പം, ആ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ 1458 പേരുടെ അവർ അനധികൃതമായി ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുകൂടി പറയാനുള്ള ബാധ്യതയില്ലേ? ഇതൊരു നടപടിയാണോ? അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ വിട്ടുകൊടുക്കുന്നു. നോക്കൂ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് നല്ല റോളില്ലേ? അതുപോലെ LSGDക്ക് നല്ല റോളില്ലേ? ഈ LSGDയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അറിയാതെ എങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് കടക്കാൻ കഴിയുക? എന്നിരിക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഹെൽത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി ഇത് പറ്റിയിട്ടുള്ളത്. രണ്ടാമത് വന്നിട്ടുള്ളത് ജനറൽ എഡ്യൂക്കേഷനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടുകൊടുത്താൽ അവിടെ കൊണ്ട് അവസാനിക്കുമോ? എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ ടീം കണ്ടെത്തിയതുപോലെ, നമ്മുടെ ഇപ്പോൾ നഗരസഭയിൽ, കോട്ടക്കൽ നഗരസഭയിൽ ഉൾപ്പെടെ കണ്ടെത്തിയതുപോലെ അതിന്മേലെടുക്കുന്ന നടപടി പോലെ സംസ്ഥാന സർക്കാർ ഓവറാൾ ഇതിനെക്കുറിച്ച് നടപടിയെടുക്കുന്നില്ല. ശ്രീ ഹരിദാസ് പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഒറ്റ മിനിറ്റ് ശ്രീ ഹരിദാസ് അല്ലല്ല ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞ 2000 ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കാലത്തായാലും തുടക്കം മുതൽ പരിശോധിക്കണം. ഒരു തർക്കവും വേണ്ട.